നിരവധി പ്രമുഖരാണ് പൊങ്കാലയിടാനായി ആറ്റുകാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, അനന്തപുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. അത്തരത്തിൽ പരിചിതമായിട്ടുള്ള ഒരു മുഖം നമ്മോട് കൂടി ഉണ്ട്. നടി അന്ന രാജനാണ്. അന്ന, ആദ്യത്തെ പൊങ്കാലയാണോ? അതെ അതെ അതെ, ആദ്യത്തെ പൊങ്കാലയാണ്. എന്താണ് ഇപ്രാവശ്യം പൊങ്കാല ഇടാം എന്നൊരു തോന്നലുണ്ടാവുന്നതിന് കാരണം എന്താ? തോന്നലുണ്ടായത് കഴിഞ്ഞ വർഷം ഇവിടെ ഈ സമയത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത് നടന്നില്ല. ഈ തവണ ദേവിയുടെ വിളി വന്നു പൊങ്കാലയിട്ടു. ദേവിയുടെ വിളി വന്നാൽ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇല്ല, കാരണം എല്ലാം വേണ്ട വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും എല്ലാം അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രാവശ്യവും വിളിച്ചോണ്ടിരിക്കുകയാണ്, ഈ പ്രാവശ്യം അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇല്ല, അത് തന്നെ. എന്താണ് ഇപ്പൊ ആദ്യത്തെ പൊങ്കാലയാണ്, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? അയ്യോ, എനിക്ക് വന്നപ്പോ തന്നെ ട്രിവാൻഡ്രം മൊത്തം പല നാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് അവര് ഒരു ഉത്സവം പോലെ, ഒരു നാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഉത്സവം പോലെ എല്ലാവരും ഒന്നിച്ച്, അതൊരു ഭയങ്കര അത് കാണുമ്പോഴാണ് ആ ഒരു ഫീല് മനസ്സിലാവുക. അപ്പൊ അതിലൊരു പാർട്ടാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സാധാരണ ഈ പൊങ്കാലയ്ക്ക് വരുന്ന എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഒരു തവണ വന്നു, ഇനി അടുത്ത തവണ കൂടി പൊങ്കാലയ്ക്ക് വരും എന്നുള്ളതാണ്. ദേവി സഹായിച്ച് അടുത്ത തവണയും ഇതുപോലെ പൊങ്കാലിടാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത തവണയും തീർച്ചയായും വരും അന്ന. എല്ലാം ദേവി പറയുന്ന പോലെ. ഒറ്റയ്ക്കാണോ അതോ കൂടുതൽ ആളുണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു, അമ്മമാര് കുറെ പേരുണ്ടായിരുന്നു, അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്നാ കുക്ക് ചെയ്യോ, എങ്ങനെയാണ് ഇത് ചെയ്യാൻ അറിയാമായിരുന്നു? ഇത് ആദ്യമായിട്ടാണ് നിവേദ്യം ഉണ്ടാക്കുന്നത്. കുക്കിംഗ് അറിയാം. ഓക്കെ, എന്തൊക്കെയാ വെച്ച് ദേവിക്ക് എന്തൊക്കെയാ നിവേദിച്ചത്? ഇന്ന് നമ്മള് പാൽപ്പായസവും പിന്നെ പൊങ്കൽ, ആ യൂഷ്വൽ ഉള്ള നമ്മുടെ ബ്രൗൺ കളർ പായസം. എന്തായാലും മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു അല്ലെ? ഉറപ്പായിട്ടും. എന്തെങ്കിലും പ്രത്യേക ആഗ്രഹ സഫലീകരണത്തിനായിട്ട്? ഒരുപാടുണ്ട്, ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല. എന്തായാലും ഈ തവണത്തെ ആഗ്രഹങ്ങൾ സഫലമാവട്ടെ, ആവുമ്പോ നിങ്ങൾ എല്ലാവരും അറിയും എന്നാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊക്കെ അമ്മ സഫലമാക്കി തരട്ടെ എന്നുള്ളത് കൂടിയാണ്, ഞങ്ങളും കൂടി അത് ആശംസിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ തന്നെയാണ് നിരവധി ആളുകൾ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അനന്തപുരിയിലേക്ക് പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സാധാരണക്കാർ കൂടി എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ലിഡിയ ജേക്കബ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.